ഞാൻ മൈക്ക് സെറ്റ്. അപ്പം എന്താണ് ഈ സ്ക്രീനിൽ ഇപ്പോൾ ഒരുത്തന്നെ പരിചയപ്പെടുത്തി തരാം. ദ മെഗാ വേണം അല്ലെങ്കിൽ ദ സൂപ്പർ സ്റ്റാർ വേണം എന്നാണ് ഈ സാധനത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതായത് പബ് പണിഷേഴ്സത്തെ അവരുടെ ടീമത്തെ ഒരു അംഗമാണ് ഈ കൊച്ചു വേണം. മീശയെല്ലാം നോക്ക്, കൊഞ്ചിരാമൻ വളർന്നിട്ടാ പൈതലിന്. അതിൻ്റെ മുമ്പേ ഫേസ് വീഴ തള്ളാവലി നോക്കി വെച്ചോ. ഏതെങ്കിലും ഒരുത്തിനായിട്ട് നമുക്ക് കെട്ടിക്കാം. നിന്നെപ്പോലത്തെ എന്താ പറയുക തലക്ക് സ്ഥിരതയില്ലാത്ത ഏതോ ടീംസ് ഉണ്ടാവും, അതിനെ കൊണ്ട് കെട്ടിക്കാം. അതൊക്കെ പോട്ട്. അപ്പം ഇന്ന് ഈ വീഡിയോ ഇറക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ 2 ദിവസമായി കാണുന്നു. എന്താണെന്ന് വെച്ചാൽ ഷാസ് എന്നെക്കുറിച്ചിട്ടുള്ള ഓരോ വീഡിയോസ്, ആരോപണങ്ങൾ എവിടെ നിന്ന് ആരൊക്കെയോ എന്താ ആരോപണങ്ങൾ പറഞ്ഞു വന്നിട്ട് കണ്ടമാനം എന്താ പറയുക കണ്ടവൻ്റെ വായിന്ന് വീണ് എന്തെല്ലാം എടുത്തിട്ട് വന്നിട്ട് ഷാസിനെ പൊക്കി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നടക്കുന്നുണ്ട്. ഇവനൊന്ന് കാണാൻ വേണ്ടി നേരിടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് പോയത്. വെല്ലുവിളി ഏറ്റെടുത്തിട്ട് ഈ തായോളി ആ വെല്ലുവിളി ഏറ്റെടുത്തു. ബട്ട് ഇന്നേ വരാം ഇവൻ്റെ അടുക്ക വള്ളി പിടിച്ചിട്ട് ഞാൻ എത്ര ദിവസമായി, 4 ദിവസമാണ്. ഇന്നേ വരാം എനിക്കെതിരെ ഇവനൊന്നും ചെയ്തിട്ട. 1-2 വീഡിയോ ആക്കിയെന്നല്ലാതെ കണ്ണാപ്പിത്തരം കാട്ടി എന്താ പറയുക അവിടെ നിന്നും ഏതെല്ലോ ആണുങ്ങൾ എന്തൊക്കെയോ കൊണ്ട് കൊടുത്ത് ഷാസിനെ തൂക്കിയെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇറക്കിയെന്നല്ലാതെ കുറച്ച് കണ്ടൻറ് കൊടുത്തിട്ട് വന്നിട്ട് വീഡിയോ ഇറക്കിയെന്നല്ലാതെ ഇതുവരെ ഇവൻ ഒന്നും എനിക്കെതിരെ ചെയ്ത് ഞാൻ കണ്ടിട്ട. കുറച്ച് സ്റ്റാൻഡേർഡിലെ ടീമെന്ന് വിചാരിച്ചു, എല്ലാം കളഞ്ഞു കുളിച്ചു ഈ കൊച്ചു പൈതൽ. വിഷ്ണു പ്രകാശ് നമ്മളെ പ്രകാശേട്ടൻ്റെ മോനാണ്. ദാറ്റ്സ് ദ പോയിന്റ്. ഓക്കെ, അപ്പം ഇവനെൻ്റെ വീഡിയോ 2 ദിവസമായി ഇറക്കുന്നു. ഈ വീഡിയോ ഞാൻ പ്രതികരിക്കണമെന്ന് ഉണ്ടായി, പക്ഷെ ടൈം കിട്ടിയില്ല. കാരണം എന്താ വെച്ചാൽ ഇവനെ പോലെ വീട്ടിൽ അത്തമ്പാത്തി കുത്തിയിരിക്കുന്നവരല്ല നമ്മൾ. ഓക്കെ, നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തീർത്തിട്ട് നമ്മൾ ഇങ്ങനത്തെ ഇതിലേക്ക് കണ്ണാപ്പിത്തരത്തിലേക്ക് നീങ്ങാറില്ല. നിന്നെപ്പോലെ എന്താ പറയുക ബോംബ് തൂറൽ. ഒരാൾ സംസാരിക്കാൻ വന്നാൽ പിന്നിലേക്കൂടെ ആ ബോംബ് അടിച്ചിട്ട് ഓനെ പൊട്ടിച്ച് നമ്മൾ ഓനെ പൊട്ടിച്ച് എന്ന് പറഞ്ഞിട്ട് അർമാദിക്കുന്ന ടീംസാണ് നിങ്ങൾ. അതുപോലെയല്ല ബാക്കിയുള്ളവർ. ഓക്കെ, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇതാ ആദ്യത്തെ ഒരു വീഡിയോ. പെൺകുട്ടികളുടെ കാവൽക്കാരൻ ടെർമെക്സി വീരൻ വോയിസ് വെയിറ്റർ ഹാക്കർ. എല്ലാവരും നോക്കിക്കൊള്ളേ, വോയിസ് വെയിറ്റ് ഹാക്കറാണ്. I don't like hackings. I avoid it. But hackings likes me. Wow, wonderful thought. Hackings likes me അല്ലേ? യു അവോയ്ഡ് ഹാക്കിങ്. അങ്ങനെയാണല്ലേ സാറേ? അപ്പോൾ നമുക്ക് സാറിൻ്റെ ഹാക്കിംഗ് ഒന്ന് കാണാമേ. പണിഷേഴ്സ് എന്ന തീട്ടത്തിൻ്റെ മെഗാ സൂപ്പർ സ്റ്റാർ തീട്ടത്തിൻ്റെ ഹാക്കിംഗ് ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക്. ഓക്കെ, എവിടെ ഇതേ ഇங்கே ഇതാ EPMG പബ്. പ്രകാശേട്ടൻ്റെ മോനാണ്. അല്പ സ്ഥിരതയില്ല, തലക്ക് വെളിവില്ലാത്ത ടീംസാണ് ഇതെല്ലാം. ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ തെളിയിച്ചു തരാം. ഓക്കെ, കുറേ ഇമോജി ഉണ്ട്, കുറേ ഇത് വിട്ടിട്ട് കളിക്കാൻ മാത്രം അറിയാം ഈ തായോളിക്ക്. അടി എരന്ന് വാങ്ങുന്ന ടൈപ്പ്. ഓക്കെ, എല്ലാവരും നോക്കിക്കൊള്ളാം. ഇങ്ങോട്ട് വന്ന് അടി എരന്ന് വാങ്ങും, എന്നാൽ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും ചെയ്യാനോ അതും ആവതില്ല. ഓക്കെ, അയ്യോ വീഡിയോ കുറച്ച് ലെങ്ത് ആവാൻ കാരണമുണ്ട്. കാരണം കുറേ വോയിസ് നോട്ടും അതെല്ലാം ഉണ്ട് ഇതിനിടയ്ക്ക്. ഇപ്പം നിൽക്കാം. ഇതാണ്, എല്ലാവരും ശ്രദ്ധിച്ചോ. ഇൻസ്റ്റയിൽ കയറിയിട്ട് എന്നെ തൂക്കാൻ വേണ്ടി കളിച്ച കളിയിൽ ഇവൻ ടൈപ്പ് ചെയ്തത് ഷാസ്, ഇവനക്ക് കിട്ടിയത് വേറെ അക്കൗണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞു,
എൻ്റെ അടുക്ക് വന്നിട്ട് ഷാസിനെ തൂക്കി നോക്കിക്കോ, കണ്ടോ? എൻ്റെ ഇൻസ്റ്റ അതെടുത്തിട്ട് വന്നിട്ട് ഷാസിനെ തൂക്കിന്ന്, സൈബർ ഷാസിനെ തൂക്കിന്ന്, കണ്ടോ? അതിലത്തെ ഫോട്ടോസുകൾ കുറച്ച് കണ്ണാപ്പികൾ ഇതെടുത്തിട്ട് എൻ്റെ PM വന്ന് രോധിക്കുകയായിരുന്നു കുറച്ച് ദിവസമായിട്ട് തായോളി. നമ്മളെന്താ തീട്ടത്തിന് ചവിട്ടരുത് എന്ന വചനമില്ലേ, അത് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചവിട്ടിയാൽ നമ്മുടെ വില പോലെ, അതുകൊണ്ട് മാത്രം. ഇതാണ് എൻ്റെ, അതായത് സൈബർ ഷാസ് എന്ന എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. ഒഫീഷ്യലായിട്ടില്ല, അൺഒഫീഷ്യലായിട്ടില്ല. ഓക്കെ, ഇത് ഞാൻ അവനെ അങ്ങോട്ട് അയച്ചു കൊടുത്ത്, നിനക്ക് ചെയ്യാൻ എന്താ അവല് അത് ചെയ്യുന്നു പറഞ്ഞിട്ട്. എന്നിട്ട് കൊണ്ടു തന്നത് അതാണ് വേറൊരു വിറ്റ്. അത് മെയിനായിട്ട് കാണണം നിങ്ങൾ. എന്താ പറയുക, ഈ വോയിസ് നോട്ടെല്ലാം എന്തിനാ വെച്ചെന്ന് വെച്ചാൽ തായോളിക്ക് കണ്ടൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വോയിസ് എന്നെ കുരുപൊട്ടിച്ച് അയപ്പിച്ചത്. ഓക്കെ, അതിനെ അറിഞ്ഞുകൊണ്ട് ഇട്ട് കൊടുത്തതാണ്. കാരണം ഇങ്ങനത്തെ തീട്ടങ്ങളിൽ ഒരിക്കലും ഊക്കം കിട്ടില്ല. ആ അവസരം നമ്മൾ മുതലാക്കി എടുക്കണം നല്ലോണം. ഇത് കണ്ടോ പാവം, ഇതാരാണെന്നും കൂടി ഓനിക്കും അറിയില്ല, എനക്കും അറിയില്ല. എന്നിട്ട് എൻ്റെ PM തട്ടിയതാണ്. സൈബർ ഷാസിനെ തൂക്കിയെന്നും പറഞ്ഞിട്ട് EPMG ഓൻ്റെ പബദ്ധമാണെങ്കിലും സൈബർ ഷാസിനെ തൂക്കിയെന്നും പറഞ്ഞ് ഇറക്കിയത് ഫോട്ടോ എന്നിട്ട് എല്ലാവരും കണ്ടോണ്ടേ. ഞാനാ കേട്ടോ ഇത് ഷാസിനെ തൂക്കിയെന്ന് പറഞ്ഞ് ഇറക്കിയതാണ്. ഇജാതി നീ അല്ലേ ഏത് ഫീൽഡിൽ എത്തണ്ടോടാ EPMG പൊട്ടാസ. അടുത്ത പാട്ട് ഗൈസ്, ഇവിടെ കണ്ടോ പെൺകുട്ടികളുടെ കാവൽക്കാരൻ. ഇത് യഥാർത്ഥത്തിൽ ഞാനല്ല. കാരണം എന്താ വെച്ചാൽ സൈബർ ഷാദ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിൽ വേറൊരുത്തൻ ഒരു ഇൻസ്റ്റ ID തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവനതിൽ കുറേ വീഡിയോസും പോസ്റ്റ് ചെയ്ത് അവനെന്താ കുറച്ച് കളത്തിലൊക്കെ ഇല്ല. ആ തീട്ടം പെൺകുട്ടികളെ കാവൽക്കാരൻ പറഞ്ഞ് നടന്ന് ലാസ്റ്റ് അത് മൊത്തം എൻ്റെ തലക്കിട്ട്. ഈ തീട്ടം കണ്ടി EPMG ഒറ്റപ്പേരുള്ള പൊട്ടം പൊലയടിമൻ അത് എൻ്റെ തലക്കിട്ട്. അവനെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവൻ്റെ OG നെയിമാണ് ഷെഫീൻ ഷാസ്. ഷെഫീൻ എന്ന പേര്. ഓക്കെ, ഇവൻ ആദ്യം എൻ്റെ പേരിട്ടിട്ടാണ് നടന്നത്, സൈബർ ഷാസ് പറഞ്ഞിട്ട്. ഓക്കെ, ഈ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടേ നേരത്തെ അവൻ എൻ്റെ PM അയച്ചെന്ന ഫോട്ടോ ഇത് എന്നെ തൂക്കിയെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ ഇവൻ്റെ PM പോയിട്ട് എൻ്റെ നെയിം മാറ്റിച്ച് എല്ലാ DPയും ഡിലീറ്റാക്കി. ഇവനെ കണ്ടിട്ടാണ് ആ തായോളി എനക്കിട്ട് ഊതാൻ പറഞ്ഞത്, പെൺകുട്ടികളെ കാവൽക്കാരെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ എല്ലാം നോട്ട് ചെയ്ത് വെക്കണം ഇതല്ലോ. എപ്പോഴും ഒരു ആവശ്യം വരും. അത്രയ്ക്ക് തീട്ടാണ്. തെളിയിച്ചതാണ്, ഇങ്ങോട്ട് തെളിയിച്ചതാണ്. അപ്പം അടുത്ത ഇനി നമുക്ക് നമ്മളെ VPMGയുടെ പ്രകാശേട്ടൻ്റെ മോൻ്റെ കുറച്ച് എന്താ പറയുക വോയിസ് നോട്ട് കേൾക്കാം. അല്ല, നിന്റെ അണത്തം എന്ന് പറഞ്ഞേ തെറി വിളിക്കലാണ് നിന്റെ അണത്തം, പട്ടി തള്ളാവളെ. തെറി വിളിച്ചിട്ട് പൊലയാട്ടിയടാ പൊന്നു മോനെ VPMG എടാ തീട്ടമേ, നിന്നെ അങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ. കാരണം നീ അത്ര പോലും ഇല്ല. എന്താ പറയുക, അങ്ങനെ വിളിക്കാനും കുറച്ച് ഒരു ഇത് വേണം. അതുപോലും നിനക്കില്ല, യോഗ്യതയില്ല. തീട്ടെന്ന് പറയാൻ വരെ നിനക്ക് യോഗ്യതയില്ല. ഓക്കെ, അപ്പോൾ പൊലയാട്ട് കളത്തിൽ DP ഇട്ടിട്ട് ഇറങ്ങുന്നത് പൊലയാടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ വോയിസ് വെയിറ്റ് അതിൻ്റെ മെയിൻ സ്റ്റെപ്പാണത്. ഓക്കെ, മനസ്സിലാക്കുക, അത് നീ മനസ്സിലാക്കുക എൻ്റെ പൊന്നു മോനെ VPMG. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. പൊലയാട്ട് കളത്തിൽ DP ഇട്ടിട്ട് ഇറങ്ങുന്നത് പൊലയാടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിൽ ഉൾപ്പെടും. അല്ലാണ്ട് ഇത് കണ്ടവൻ്റെ ഒരാൾ സംസാരിക്കുമ്പോൾ കണ്ടവൻ്റെ PM പോയിട്ട് ബോംബ് തൂറൽ അത് ഉൾപ്പെടില്ല കേട്ടാ.
കൊലയാട്ടാന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല നിന്റെ അണത്തോന്ന് പറഞ്ഞേ, തെറി വിളിക്ക. അതൊന്ന്. 2 നിന്റെ മറ്റേ ജോക്കറോ, രണ്ടുപേര് ഉത്തരം മുട്ടുമ്പോ കൊഞ്ചനം കുത്താന്ന് പറയൂതിനി. അയ്യടാ, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ചനം കാട്ടരുത്. അത് ഞാൻ കാണിച്ചത് ആ ഓഡിയോസിനില്ല. ഞാൻ ഇപ്പം വേറെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവൻ്റെ അതിനു മുമ്പ് ഇവൻ്റെ ഓഡിയോയിൽ ഒന്ന് കേൾക്കാതെ. എനിക്ക് നീ ഇതിൽ ഉറപ്പ് വന്നിട്ട് എനിക്കൊരു കാര്യം ഇത്ര അറിഞ്ഞാൽ മതി. നാളെ നിന്റെ വീട്ടിൽ ആൾക്കാർ വരുമ്പോൾ അത് എൻ്റെ പേരിൽ ആ പ്രശ്നം വരരുത്. അതിന് ഉറപ്പ് കിട്ടണം. എനിക്ക് നീ ഇതിൽ ഉറപ്പ് വന്നിട്ട് വൺസ് മോർ എനിക്കൊരു കാര്യം ഇത്ര അറിഞ്ഞാൽ മതി. നാളെ നിന്റെ വീട്ടിൽ ആൾക്കാർ വരുമ്പോൾ അത് എൻ്റെ പേരിൽ ആ പ്രശ്നം വരരുത്. അതിന് ഉറപ്പ് കിട്ടണം. എനിക്ക് നീ ഇതിൽ ഉറപ്പ് വന്നിട്ട് ഇവനെന്താ പറഞ്ഞു വെച്ചാൽ, ഇന്നലെ മുതലേ ഇവൻ മിനിയാന്ന് മുതലേ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. രാത്രി സൈബർ ഷാദെ നിന്നെ പൊക്കാൻ നാളെ രാവിലെ പോലീസും ആൾക്കാരും വരുന്നു. ഇവൻ അങ്ങനത്തെ റേഞ്ചിലാണ്. ഇന്നേ വരെ ഞാൻ 2 ദിവസമായി വെയിറ്റ് ചെയ്യുന്നു സൽക്കാരം ഒരുക്കിയിട്ട്. എന്നെ പിടിക്കാൻ വരുന്ന ഭീകരന്മാരൊന്നും കാണണ്ടേ? അപ്പം നല്ല രീതിക്ക് സൽക്കരിക്കണ്ടേ? VPMGയുടെ ആൾക്കാരല്ലേ. പോലീസ് പോയിട്ട് ഒരു മയിരും വന്നിട്ട് ഇതുവരെയായിട്ടും. പിന്നെ എന്ത് മയിരിനടാ നീ ഇങ്ങനെ വായിത്താൽ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്? എടാ, ഒരു കാര്യം ഏറ്റെടുത്താൽ ആദ്യം അത് ചെയ്യാനില്ലേ ഇത് വേണം, മനസ്സിലായ? അല്ലാണ്ട് വെറും വായിത്താളം പറഞ്ഞാൽ പോരാ. എനിക്കൊരു കാര്യം ഇത്ര അറിഞ്ഞാൽ മതി. നാളെ നിന്റെ വീട്ടിൽ ആൾക്കാർ കരഞ്ഞു തോറല്. ഇവനിത് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനിതാ 9 ടൈംസ് അവനോട് പറഞ്ഞ്, ഞാൻ ഉറപ്പും കൊടുത്ത്. 9 ടൈംസ് റിപ്പീറ്റഡ്. 10ാമത്തെ പ്രാവശ്യമുള്ള വോയിസാണ് ഇത്. ഞാൻ ഉറപ്പും കൊടുത്ത്. ഇനി ഈ വീഡിയോയിൽ ഞാൻ ഉറപ്പ് തരുകയാണ്. നീ വാ, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. ബാക്കി എന്താ വരുന്നത് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്. ഇതിലും കൂടി ഞാൻ ഉറപ്പ് തരുകയാണ്. ഇതിൽ നീ മാത്രമല്ലല്ലോ, ബാക്കി എല്ലാവരും കാണൂലേ? അപ്പം അങ്ങനത്തെ ഒരു ഇതാണിത്. അങ്ങനത്തെ ഒരു സൈസ്. ഇങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ നാട് മുടിഞ്ഞു പോകും. എവിടെ നെക്സ്റ്റ് വോയിസ്? എനിക്കൊരു കാര്യം ഇത്ര അറിഞ്ഞാൽ മതി. അതും കൂടി പറ. ഇനി ഈ സിം വല്ല കണ്ണാപ്പിത്തരം കാണിച്ച് ബംഗാളിയുടെ പേരിലുള്ളതാണോ അതോ നിന്റെ പേരിലുള്ളത് തന്നെയാണോ? അത് സിമ്മ് ബംഗാളിയുടെ പേരിലില്ലാന്നോ? എൻ്റെ ഈ സിമ്മ് എടാ പൊന്ന് VPMG, സിമ്മ് പറയുമ്പം ബംഗാളിയുടെയും മറ്റേ സണ്ണി ലിയോൻ്റെ പേരിൽ എടുത്തുതരാൻ വേണ്ടിയിട്ട് നിൻ്റെ തന്തയല്ല സിമ്മിൻ്റെ ഷോപ്പിൽ നിൽക്കുന്നത് കേട്ടാ. നിൻ്റെ തന്തയല്ല സിമ്മ് സപ്ലൈ ചെയ്യുന്നത്. ബംഗാളികളെ സിം എടുത്ത് കൊടുക്കാനല്ലോ നിൻ്റെ തന്തയല്ല സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അത് നീ മനസ്സിലാക്ക്. നിൻ്റെ തന്തക്ക് എന്താ പണി? അത് നിനക്കറിയാലോ. എന്നാൽ മാറിയിക്ക് കേട്ടാ. അടുത്ത ാണ് നിന്നെ അങ്ങ് പിന്നെന്തോന്ന് തിരിച്ച് തെറി വിളിച്ചിട്ട് കണ്ണാപ്പിത്തരം കാണിച്ചോണ്ടിരിക്കണം നിന്നെ പോലെ. എടാ പുറത്തള്ളവണേ, തെറി വിളിച്ച് വരുന്നതിനാ ഞങ്ങൾ എന്ത് ചെയ്യും? നമ്പർ നേരെ അങ്ങ് ബാനാക്കി വിടും. അത്ര ചെയ്യാറുള്ളൂ. നിന്നെ പിന്നെ കൂടുതലിട്ട് വട്ടം കറക്കാൻ നമ്പർ നേരെ അങ്ങ് ബാനാക്കി വിടും. അതിനു മുമ്പ് ഇവിടെ ഒരു നല്ലൊരു വാക്ക് ഉപയോഗിച്ചിന്. അത് തെറിയാണോ എന്ന് എല്ലാവരും ഒന്ന് നോക്കണം. തെറിയാണോ അല്ല നല്ല ശുഷ്കാന്തി നിറഞ്ഞ വാക്കാണോ എന്ന് എല്ലാവരും ഒന്ന് നോക്കണേ. നിന്നെ പോലെ. എടാ പുറത്തള്ളവണേ. വാവ്, ഇവൻ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവൻ തന്നെ അത് ഉപയോഗിക്കുന്നുമുണ്ട്. അങ്ങനത്തെ ഒരു വേണം, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വേണം. ഓം ക്രീം കുട്ടിച്ചാത്ത, അതാണ് ഇവൻ്റെ വചനം. നമ്പർ പൊട്ടിക്കാനായിട്ടുള്ള ഇവൻ്റെ വചനം. കണ്ടവൻ്റെ ഭീമ പോയിട്ട് റിപ്പോർട്ട് അടിക്കാനും കൊടുത്തിട്ട് പൊട്ടിച്ച് വറുത്ത് ജാഥ സിന്താവിയാക്കി നടക്കും തായോളി. അന്നേരം ചോദിക്കുമ്പം പറയും മെയിൽ അയച്ചിട്ടാ പൊട്ടിക്കൽ. കാര്യം തോറൽ. അപ്പം അടുത്ത വോയിസ് എനിക്കിഷ്ടമല്ല. ഓക്കെ, ഇതുപോലത്തെ വോയിസ് ബെറ്റർ വേണമെങ്കിൽ നമ്പർ ബാനാക്കാണ്. പക്ഷെ നിനക്കതല്ല വേണ്ടത്. നീ പബ്ബിൽ കയറണമെന്ന് എടാ നീയല്ലേ ആക്കറി, ഞാൻ ഇങ്ങനെ തൂക്കുക. നീയല്ലേ ആക്കറി, തൂക്കാൻ. എടാ നീയല്ലേ ആക്കറി, ഞാൻ ഇങ്ങനെ തൂക്കുക.
നീയല്ലേ ഹാക്കർ, തൂക്കാൻ തൂക്കാൻ. ഓ നീയല്ലേ കറി തൂക്കാൻ. നീ എന്താ കരിയുന്നത്? കണ്ടാ എല്ലാവരും കണ്ടില്ലേ? കരച്ചിലോടെ കരച്ചിൽ. എൻ്റെ PM വന്നിട്ട് കരച്ചിൽ. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് അവിടെ ഇവിടെ ബിസി ആയിട്ട് നടക്കുന്നവരാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവൻ്റെ കരച്ചിലും കൂടി ഞാൻ കേൾക്കണം. ഇവൻ്റെ വീട്ടിലൊന്നും ആരുമില്ലേ ചോദിക്കാനും പറയാനൊന്നും? അല്ല ഇവൻ്റെ വീട്ടിൽ ഇവന് അണ്ണുമില്ലേ? ഇങ്ങനെ ഒരു മോനുണ്ട് എന്നില്ല ഒരു അണ്ണുമില്ലേ? അതെങ്ങനെയാണ്? അത് അവർക്കും കൂടി തോന്നണ്ടേ? ഇങ്ങനത്തെ ഒരു അസത്തിന പറയുന്നില്ല ബാക്കി. മാനേഴ്സ് കൺട്രോൾ. ഞാൻ ഇങ്ങനെ തൂക്കുക, നീയല്ലേ ഹാക്കർ, തൂക്കാൻ തൂക്കാൻ. കരഞ്ഞൊരു വിധായി എൻ്റെ മോ. അടുത്ത എന്തൊക്കെ ഇവൻ്റെ പേരില്ലേ വേറൊരു മെഗാവാണമാണ് വിഷൻ ക്രിപ്റ്റോ. കണ്ടില്ലേ? വിഷൻ ക്രിപ്റ്റോ. വിഷൻ ക്രിപ്റ്റോ പറയുന്നത് ഒരു SP ഹാക്കർ. സ്വയം പൊക്കി സ്വന്തമായിട്ട് എന്താ സൈറ്റ് ഉണ്ടാക്കും. എന്നിട്ട് അത് ഓൻ തന്നെ ഇതാക്കിയിട്ട് ഹാക്ക് ചെയ്ത് കുറച്ച് നടക്കും. ഒരു കാര്യമില്ല. ഇതാ നോക്കിക്കോ, ഞാൻ പ്രൂഫ് അടക്കം ഈ വീഡിയോയിൽ കാണിച്ചിരുന്നുണ്ട്. എല്ലാം ഇന്ത്യ ആ സൈറ്റ് നോട്ട് ചെയ്യണം എല്ലാവരും. എന്നിട്ട് നോക്കിക്കോ, അതൊക്കെ അടിക്കാണ്. നോക്ക്, ഓൻ ഹാക്ക് ചെയ്ത ഇതാണ് സൈറ്റാണ്. അതിപ്പോൾ അതേപോലെ നിലവിലുണ്ട്. ഇത് വീഡിയോ ആണ്, മുമ്പേയിലെ വീഡിയോ ആണ്. ഓക്കെ, അല്ലാണ്ട് ഇപ്പോൾ ഇല്ല, മുമ്പിലെ വീഡിയോ. അന്നേരം എടുത്ത് വെച്ച ലൈവായിട്ട് അന്നേരം എടുത്ത് വെച്ച വീഡിയോ. അവൻ അന്ന് ചെയ്തത് ആ ദിവസം തന്നെ കണ്ടോ? എല്ലാം ഒരുപോലത്തെ, ഒന്നിന് മെച്ചം ഒന്ന്, അങ്ങനെയാണ്. എല്ലാം ഒരുപോലത്തെ, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെന്താ പറയുക, ഇവന്മാർ അതായത് ഇവിടെ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആവാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഓരോ ഫുള്ള് വോയിസ് നോട്ടാവും. അതിൻ്റെ ഇടയ്ക്കാണ് ഇതിലെല്ലാം ഇല്ല. അപ്പം തപ്പിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ പൊന്നു മോനാണ് ഷാസിനെതിരെ തെറി വിളിച്ച. നല്ല അത് വിളിക്കുമ്പോൾ നല്ല ആവതുണ്ടായിന്. കാരണം 4 ആളെ ബലം കണ്ടിട്ടല്ലേ കളിച്ചതിന് നല്ല പൊന്നുമോ നല്ല രീതിക്ക് പണി വാങ്ങിയിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതാണ് കിങ് പെബ്ലോ. നോട്ട് ചെയ്തോ, കിങ് പെബ്ലോ. ഇതാ കിങ് പെബ്ലോ എന്ന പൊന്നു മോനൂസിനെ തെറിച്ചതിൻ്റെ ശിക്ഷ വാങ്ങിയിട്ടുണ്ട്. ഇതാ അവൻ്റെ അച്ഛൻ കിങ് പെബ്ലോൻ്റെ തന്തപ്പണി അച്ഛൻ. 2 അവൻ്റെ ഡീറ്റെയിൽസ് വിത്ത് ബ്ലഡ് ഗ്രൂപ്പ്. എല്ലാം കണ്ടമാനെ പൊക്കി ഇട്ട് കൊടുത്ത്. ഓക്കെ, ഷാസിനോട് കളിച്ച ഇതെല്ലാം ഇതിനപ്പുറം നടക്കുന്നത് ഞാൻ കാണിച്ചു കൊടുത്ത്. ലാസ്റ്റ് അത് അറിഞ്ഞ മോനൂസ് ആ ടൈമിന് തന്നെ എനിക്ക് വീഡിയോ അടിച്ച്. ഓക്കെ, പേടിച്ചിട്ട്. സൈബർ ഷാസിനെ തെറിച്ചതിന് സോറി. ഇനി മേലെ സൈബർ ഷാസിൻ്റെ അടുത്ത് കളിക്കാൻ പറ്റത്തില്ല. സോറി. എന്ത് കളിക്കാൻ പറ്റത്തില്ല? നേരത്തെ പറഞ്ഞ വാക്ക് മോനിക്ക് ഓർമ്മയുണ്ടായില്ല? സൈബർ ഷാസിനെ ചീത്ത വിളിച്ച. സോറി, ഇനി മേലെ സൈബർ ഷാസിൻ്റെ അടുത്ത് കളിക്കാൻ പറ്റത്തില്ല. സോറി. ഇതങ്ങനെ പോയി. കാരണം നമ്മോട് മാന്യമായിട്ട് രീതിക്ക് പെരുമാറുന്നവരെ നമ്മൾ വെറുതെ വിടും. ഇവൻ എന്നെ ചീത്ത വിളിച്ച് ഞാൻ ഇവനക്ക് പണി കൊടുത്ത് അതിന് ഇവൻ സോറി പറഞ്ഞ് മാപ്പ് പറഞ്ഞ് പോയി. ഓക്കെ, അതവിടെ തീർന്നു. അടുത്ത വേറൊരുത്തർ എൻ്റെ PM വന്നിട്ടുണ്ടായിനെ. അല്ലെങ്കിൽ നോക്കിക്കോ, വലിയ വായ്ത്താളാണ്. നീ VPMGനോട് സോറി പോയി. ഞാൻ നിൻ്റെ നല്ലതിനാ പറയുന്നത്. എൻ്റെ അമ്മോ, സാറെന്നെ അങ്ങ് പൂശി കളി എടുത്തിട്ട്
ഞാൻ VPMGനോട് പോയി സോറി പറയണം. ഇങ്ങനെ കെഞ്ചിയിട്ട് പറയിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. ഇവൻ ഇതുവരെ പറയിപ്പിച്ചിട്ടൊന്നും എനിക്കറിയില്ല. അല്ല പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ തരത്തിലായിക്കോന്നും എനിക്ക് സംശയമില്ലാതില്ല. കണ്ടില്ലേ, ഇത് വേറെ ഒരുത്തൻ എഡ്വാർഡ്. കണ്ടില്ലേ, ഹാക്കിങ്സ് ലൈക്സ് മീ എല്ലാം മനസ്സിലായില്ലേ? ഇവൻ്റെ വായിത്താളും വർത്തമാനവും എല്ലാം ഞാൻ ഇതിൽ പ്രൂഫ് അടക്കം കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ഇത്രയേ ഉള്ളൂ. ഓവർ.